24 ബിഗ് ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കേസ് ഓട്ടോയിൽ നിന്ന് രാജിവെച്ചു. അവയവദാനവുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോയ്ക്കെതിരെ ഡോക്ടർ മോഹൻദാസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ വിശദീകരണം തേടി മെമ്മോ നൽകിയതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി. സംസ്ഥാന സർക്കാരിന്റെ മരണാനന്തര അവയവദാന പദ്ധതിയാണ് കേസ് ഓട്ടോ. അലക്സറ മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, നേരത്തെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ്, പിന്നീട് അത് വലിയ ചർച്ചയാവുന്നത്, പിൻവലിക്കുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് വിശദീകരണം തേടുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം എന്താണ് അലക്സറ മുഹമ്മദ്? മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയും ഒപ്പം സംസ്ഥാനത്തെ അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏജൻസിയായ കേസ് ഓട്ടോ, അത് പഴയ മൃതസഞ്ജീവനിയാണ്. അലക്സ് റാം മുഹമ്മദിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസ് കേസ് ഓട്ടോയിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. കേസ് ഓട്ടോ സൗത്ത് സോണൽ നോഡൽ ഓഫീസറായിരുന്നു ഡോക്ടർ മോഹൻദാസ്. അവയവദാനവുമായി ബന്ധപ്പെട്ട് കേസ് ഓട്ടോയ്ക്കെതിരെ ഡോക്ടർ മോഹൻദാസ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബ്രഗഡെ ഡോക്ടർ മോഹൻദാസിനോട് വിശദീകരണം തേടി ഒരു മെമ്മോ ഒക്കെ നൽകിയിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതിൽ അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അലക്സ്, ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, ഇപ്പോഴത് പരിഹരിച്ചു എന്ന് മനസ്സിലാക്കുന്നു. തുടരാം അലക്സ്. റിജിത്ത്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം മേധാവിയും സംസ്ഥാനത്തെ അവയവദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംസ്ഥാന സർക്കാർ ഏജൻസിയായ കേസ് ഓട്ടോയുടെ, അത് പുതിയ പേരാണ് കേസ് ഓട്ടോ, പഴയ മൃതസഞ്ജീവനി, ആ കേസ് ഓട്ടോയുടെ സൗത്ത് സോണൽ നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ മോഹൻദാസ്. ഡോക്ടർ മോഹൻദാസ് ഈ കേസ് ഓട്ടോയ്ക്ക് കീഴിൽ സംസ്ഥാനത്ത് അവയവദാനങ്ങൾ കൃത്യമായി നടക്കുന്നില്ല. ഒരുപാട് ആളുകൾ, ഒരുപാട് രോഗികൾ സംസ്ഥാനത്ത് ഈ അവയവദാനവുമായി പിന്നിൽ കാത്തു നിൽക്കുകയാണ്. അവയവദാനം കൃത്യമായി സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ അവയവദാനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പഴയ ഫേസ്ബുക്ക് കുറിപ്പ്. ആ ഫേസ്ബുക്ക് കുറിപ്പാണ് വിവാദമായതും അതിനു പിന്നാലെ അത് പിൻവലിക്കേണ്ടി വന്നതും. അതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കം അദ്ദേഹത്തോട് വിശദീകരണം തേടുകയും അദ്ദേഹം അതിൽ ആ ഫേസ്ബുക്ക് കുറിപ്പ് തന്റെ അഭിപ്രായമാണെങ്കിൽ പോലും താനത് പൊതുമധ്യത്തിൽ പറഞ്ഞതിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, അത്തരത്തിൽ പൊതുമാധ്യമത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ രാജൻ ഖോബ്രഗഡെ ഡോക്ടർ മോഹൻദാസിനോട് വിശദീകരണം തേടി മെമ്മോ നൽകി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം കേസ് ഓട്ടോയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നത്. കേസ് ഓട്ടോ സൗത്ത് സോണൽ നോഡൽ ഓഫീസർ സ്ഥാനമാണ് ഡോക്ടർ മോഹൻദാസ് രാജിവെച്ചത്. അതിൽ അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് ഈ കാര്യവും പുറത്തറിയിക്കുന്നത്. വ്യക്തിപരവും ആരോഗ്യപരവുമായ കാരണങ്ങൾ കൊണ്ട് രാജിവെക്കുന്നു എന്നാണ് ഡോക്ടർ മോഹൻദാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്. അതിൽ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന മൗലിക അവകാശമാണ്. ഭരണഘടനയിലും ജനാധിപത്യത്തിലും അംബേദ്കറിലും വിശ്വസിക്കുന്നുവെന്നാണ് ഡോക്ടർ മോഹൻദാസ് ഈ ഫേസ്ബുക്ക് കുറിപ്പിന്റെ അവസാന വാചകങ്ങളായി പറയുന്നത്. താൻ കേസ് ഓട്ടോയെ അല്ല വിമർശിച്ചത്, സർക്കാരിനെ അല്ല വിമർശിച്ചത്, കേസ് ഓട്ടോയുടെ തലപ്പത്തിരിക്കുന്നവരെയാണ് താൻ വിമർശിച്ചത്. ആ കെടുകാര്യസ്ഥതയാണ് ആ ഏജൻസിയിൽ പ്രതിഫലിക്കുന്നതെന്നും ഈ ലക്ഷോപലക്ഷം വരുന്ന അവയവവും കാത്ത് പുറത്ത് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഒരുക്കുന്നത് ആ അനാസ്ഥയാണെന്നുമാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പെന്നായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ വിശദീകരണം. ശരി, വ്യക്തിപരമായ കാരണത്താൽ, ആരോഗ്യപരമായ കാരണത്താൽ രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമെങ്കിലും ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന മൗലികാവകാശമാണ്, ഭരണഘടനയിലും ജനാധിപത്യത്തിലും അംബേദ്കറിലും വിശ്വസിക്കുന്നു എന്ന് ഡോക്ടർ മോഹൻദാസ് കുറിക്കുന്നുണ്ട്. അതിൽ നിന്ന് അതൃപ്തി വ്യക്തമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.